അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖുർആൻ പാരായണം കേട്ട് അതാ സൗദ ആ പള്ളിയുടെ പുറത്തെ ഭാഗത്ത് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവുകയായിരുന്നു. അത് നല്ല ക്ഷീണമുണ്ട്. നേരത്തെ പള്ളിയിൽ നിന്ന് കിട്ടിയ ആ ഒരു പള്ളിക്കഞ്ഞി കുടിച്ചതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിന് അല്പം ആശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ സമയം അല്പം വൈകിയപ്പോൾ വീണ്ടും വല്ലാതെ വിശപ്പ് അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് അവൾ ആ ഒരു ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് അവിടെ കിടക്കുന്നത്. ആ വലിയ നഗരത്തിലെ റോഡുകളിലൂടെയായി ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ശബ്ദം ആ ചെറുപള്ളിയിലേക്ക് അല്പം കേൾക്കാമായിരുന്നു. ആ ചെറിയ പള്ളി ടൗണിൽ നിന്നും കുറച്ചകലെ ചെറിയൊരു ഗ്രാമത്തിലേക്കെന്ന പോലെയുള്ള ഒരു വഴിയുണ്ട്. അതിലാണ്. വലിയ ആൾത്തിരക്കൊന്നുമില്ല. എങ്കിലും ചില സാമൂഹ്യദ്രോഹികൾ അതുവഴി വരും എന്നുള്ള കാര്യം അവൾക്ക് തോന്നി തുടങ്ങുകയാണ്. പറഞ്ഞ പോലെ തന്നെ അതാ പള്ളിയിലേക്കൊന്നും വരാത്ത, നിസ്കരിക്കാത്ത കുറച്ചാളുകൾ അതുവഴി സിഗരറ്റും കൊളുത്തിക്കൊണ്ട് പോകുന്നു. ആ ഒരു മയക്കത്തിൽ അവൾക്ക് എന്തൊരു സിഗരറ്റിന് സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചത് കൊണ്ടോ എന്തോ അറിയില്ല, അവൾ ആകെ അസ്വസ്ഥയായി. അവൾ ഒരു നിമിഷം പഠിച്ചോനെ ഞാൻ എവിടെ എന്നുള്ള രീതിയിൽ, എന്നാൽ മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അവൾ വീണ്ടും അതിൽ ലയിച്ചുകൊണ്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതുവഴി അങ്ങ് പോയി. അത് ഒരു പ്രായക്കാർ, ചെക്കന്മാരും എല്ലാം ഉൾപ്പെടുന്നവർ. ഒരു പെണ്ണ് കിടക്കുന്നത് കണ്ട അവർ നോക്കി ആ പെണ്ണിനെ. ആഹാ, ഇത് നല്ല ചെറുക്കാണല്ലോ, എന്താ ഗ്ലാമർ, കണ്ടില്ല കിടപ്പ്, എന്തപ്പോൾ ഇവിടെ കിടക്കുന്നത്? എടാ ഇത് പള്ളിയാണ്, പള്ളീൻ്റെ അടുത്തേക്ക് എന്തിനേയും വന്നതായിരിക്കും. നമ്മൾ ഇവിടെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. ആര് പറഞ്ഞു? കണ്ടാൽ ഇത്രയും നല്ല സുന്ദരി പെണ്ണുങ്ങൾ, അതും ഈ തമിഴ്നാട്ടിൽ, അയ്യേ ഇത്രയധികം മൊഞ്ചുള്ളൊരു പെണ്ണോ? അവളുടെ പർദ്ദ അല്പം നീങ്ങി അവളുടെ മനോഹരമായ കാലുകൾ അല്പം പ്രത്യക്ഷമായിരുന്നു. ഒരു നിമിഷം നോക്കടാ എന്ത് മൊഞ്ചുള്ള പെണ്ണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരും അത് നോക്കുന്നു. എന്നാൽ അവൾ പാവം അതൊന്നും അറിയുന്നില്ല. അവൾ ഉറങ്ങുകയായിരുന്നു. ഒന്നും അറിയാത്ത രീതിയിൽ അവൾ ഉറങ്ങുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ അവളുടെ മനസ്സിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളുടെ അരികിലായിട്ട് കുറച്ച് സമയം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. എന്താ വേണ്ടത്? ഇവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ ഉസ്താദുണ്ട്. സംഭവം ഒന്ന് നിലവിളിച്ചാൽ നമ്മളൊക്കെ പെടും. പിടിച്ചു കൊണ്ട് പോകണോ അതോ കൂടെ പോരോ ആവോ? ഒരാൾ അതിൽ അഭിപ്രായപ്പെടുന്നു. എന്തിൻ്റെ കേടാടാ, പള്ളീൻ്റെ അടുത്ത് വന്ന് കിടക്കുകയാണെങ്കിൽ നല്ല വെണ്ണായിരിക്കും, അല്ലാത്തവർ ഇവിടെ കിടക്കുന്നില്ല. എന്നാലും ഈ ഒരു കോയമ്പത്തൂരിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവൾ ഇവിടെ കിടക്കുക എന്ന് പറയുമ്പോൾ അതും വെറും തറയിലാണ് കിടക്കുന്നത്, ഒരു ഷാള് മാത്രം വിരിച്ചുകൊണ്ട്. എന്തൊക്കെ തന്നെയല്ല, അത്യാവശ്യം തണുപ്പും മഞ്ഞൊക്കെ ഉണ്ട്. ചോദിച്ചു നോക്കണോ വല്ല ഹെൽപ്പും വേണോന്ന്? അവർ അത് പറയുന്നു. വേണ്ടടാ, നീ വിചാരിച്ച രീതിയിലൊന്നും ആവില്ലത്. അവർ അതും പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. എന്നാൽ സൗദ ഇതൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് സൗദയുടെ കാലിൽ ഒരാൾ പതുക്കെ തട്ടി. അവൾ പെട്ടെന്ന് അല്ല, അവൾ പേടിച്ച് അവിടെ എഴുന്നേറ്റിരുന്നു. അത് അവരുടെ എല്ലാം കണ്ണുകൾ സൗദിയുടെ മുഖത്തേക്ക്. എന്താ ഇവിടെ കിടക്കുന്നത്? ഇല്ല, ഒന്നുമില്ല. പോരുന്നോ ഞങ്ങളുടെ കൂടെ? ഞങ്ങൾ നല്ല റൂമെടുത്ത് തരാം, പോരി എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കുമ്പോൾ അവൾക്ക് ഭയം തോന്നി. പഠിച്ചോനെ, ഇല്ല ഞാനില്ല. എന്തിവിടെ കിടക്കുമെന്ന് പറഞ്ഞില്ല, ഞാനിവിടെ ഇങ്ങോട്ട് വന്നതാണ്. എന്താ മേഡം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? പോരും, നല്ല 5 സ്റ്റാർ ഹോട്ടലുണ്ട്, അങ്ങോട്ട് പോകാം, സുഖസുന്ദരമായി അവിടെ കിടക്കാം. ശരിക്കും സൗദക്ക് ദേഷ്യവും സങ്കടവും പേടിയും ഒരുമിച്ച് വന്നു. ഇല്ല ഞാനില്ല, എണീക്കാനാണ് പറഞ്ഞത്. അതിലൊരുത്തൻ പറഞ്ഞു. എന്നാൽ മറ്റൊരുത്തൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയാലോ? അതായിരിക്കും നല്ലത്. അല്ലാതെ എണീക്കുന്ന കോലൊന്നും കാണുന്നില്ല. എന്നാൽ അത് അവൾ കേട്ടപ്പോൾ, നോ പ്ലീസ്, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പൊയ്ക്കോളി. എന്താ അങ്ങനെ? ഞങ്ങൾ വണ്ടിയുമായി വരാം, കാറിൽ കയറിക്കോ, ഒരുത്തൻ അത് പറഞ്ഞു. എന്നാൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരാൾ സിഗരറ്റ് വലിച്ചൂതി പുക വിട്ടു. എന്നാൽ ഒരുത്തൻ പറഞ്ഞു, എന്തിനാടാ? അത് വേണ്ട, അവിടെ കിടന്നോട്ടെ. നമ്മൾ അങ്ങനത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, ഇവളതിൽ വെട്ടല്ല. അവളുടെ തട്ടം ഒന്നുകൂടി മൂടി പുതച്ചു. പിന്നെ എന്താടാ ഈ നട്ടപ്പാതിരാക്കൊക്കെ ഇവിടെയും ഇവിടെ നടക്കണമെന്നുണ്ട്? ഇങ്ങനത്തെ പെണ്ണുങ്ങളല്ലേ, ചീത്ത പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. നല്ല പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കും. അത് കേട്ടപ്പോൾ
അവളുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഭയം തോന്നി. പഠിച്ചോനെ, എന്നെക്കുറിച്ച് പറയുന്നത് കണ്ടോ, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ അവരിൽ ഒരാൾ പറഞ്ഞു, ആ അവൾക്ക് നമ്മളൊന്നും പറ്റില്ലായിരിക്കും. പിന്നെ പുറത്തിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെ ശരിയല്ല, അത് നട്ടപ്പാതിരാക്ക്. അല്ലട, ഈ പള്ളിക്കടുത്ത് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാവോ? ഇനി ഇവിടുത്തെ ഉസ്താദുമായിട്ട് വല്ല ടൈപ്പ് ഉണ്ടാവോ? അതാണോ ഇങ്ങനെ നിൽക്കുന്നത്? പല പല അഭിപ്രായങ്ങൾ അവരുടെ ഇടയിൽ അഭിപ്രായപ്പെട്ടു. അതിനിടയിൽ ഞാൻ കാറെടുത്ത് വരാം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, നോ, എന്നെ ഉപദ്രവിക്കരുത്. എന്നാൽ ഒരാൾ അവളുടെ തോളിൽ പതുക്കെ കൈവച്ചു. മോളെ, നീ എന്തിനെ പേടിക്കുന്നത്? ഇത്രമാത്രം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുകളുണ്ടായിട്ടും നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ താമസമാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടും പറഞ്ഞിട്ടും നീ എന്താ ഇങ്ങനെ ഇത്രമാത്രം? അവൾ പറഞ്ഞു, ദയവായി എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ അതിനെ വന്നതല്ല, ഞാൻ അത്തരക്കാരിയല്ല. നിങ്ങൾ ദയവായി എന്നെ ഉപദ്രവിക്കരുത്. ആ, എന്തായാലും തീരുമാനത്തിൽ മാറ്റം വരുത്താൻ നോക്ക്. ഇന്ന് തൽക്കാലം ഇപ്പോൾ വിടുന്നുണ്ട്, നാളെയും വരാം ഈ സമയത്ത്, മനസ്സിലായല്ലോ? എന്താടാ അതിൽ ഒരുത്തൻ അത് പറഞ്ഞു. എന്നാൽ അവൾ പേടിച്ച് കരഞ്ഞുപോയി. ദയവായി എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒന്നിനും ഞാൻ വന്നതല്ല. എനിക്കെൻ്റെ വേണ്ടടാ, അതിനെ കരയിപ്പിക്കണ്ട, നീ ഇങ്ങ് പോന്നേ. അങ്ങനെ അവരെല്ലാവരും അവളിൽ നിന്ന് അകന്നു പോരുമ്പോൾ 2 പേരും അവളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്തൊരു മൊഞ്ചാണ് ആ പെണ്ണിന്. പെണ്ണിന് മൊഞ്ചിന് കുറവൊന്നുമില്ല. ഇവിടെ തമിഴ്നാട്ടിൽ ഇതുവരെ ഇതുപോലുള്ള മൊഞ്ചത്തി പെണ്ണുങ്ങളൊന്നും കണ്ടിട്ടില്ല. ശരിക്കും കണ്ടാൽ ഒരു ഗദ്ദാമ പെണ്ണിനെ പോലെ ഉണ്ട്. സംഭവം പൊളിയായിരിക്കും. അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ. അവൾ പേടിച്ച് വിറച്ച് ആ ബാഗ് തൻ്റെ നെഞ്ചോട് ചേർത്ത് അവിടെ ഹേങ്ങിക്കരഞ്ഞു. റബ്ബേ, അല്ലാ, ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ, പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. അവൾ വിചാരിച്ചു, നേരെ അങ്ങ് പുത്തൻ വീട് തറവാട് ഐഷമ്മയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാ സമാധാനം കിട്ടുമായിരുന്നു എന്നവൾ വിചാരിച്ചു. അപ്പോഴത്തെ നാണക്കേട് കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോയില്ല. നേരെ ഉപ്പയെ തേടിയിരുന്നു. പക്ഷെ ഉപ്പയുടെ ഊരേത് ഒന്നും അറിയുന്നില്ല. അത് ഈ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരാണ് എന്നുള്ളതറിയാം. പക്ഷേ എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല. ആരോട് ചോദിക്കും? ഫോണുമില്ല, നമ്പറുമില്ല, ഒന്നുമില്ല, അഡ്രസ്സും ഇല്ല. പിന്നെ എങ്ങനെ ഉപ്പയെ കണ്ടുപിടിക്കും എന്നുള്ള വേദനയായിരുന്നു അവൾക്ക്. അതെ, ആ 2 ആളുകൾ വീണ്ടും വീണ്ടും അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നല്ല ചരക്ക് സാധനമാണ്, നമ്മൾ വെറുതെ കൈവിട്ടു. അതിൽ പലരും പറയുമ്പോൾ അതിലൊരുത്തം പറഞ്ഞു, എടാ, എല്ലാ സ്ത്രീകളും ഒരുപോലെ ആവില്ല. നമ്മളുടെ പെങ്ങളെ സ്ഥാനത്ത്, നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്ത് അങ്ങനെ കരുതി കഴിഞ്ഞാൽ ഒരാളെയും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലടാ. ആ, നീ എപ്പോഴാണ് പുണ്യാളനായത്? നോമ്പൊക്കെല്ലടാ, റമദാൻ മാസമൊക്കെ അല്ലേ? ആ, അത് നിനക്ക്, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ മറ്റു കൂട്ടുകാരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സൗദക്ക് സമാധാനമായി. റബ്ബേ, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം. ഒരിക്കൽ പോലും ഞാൻ ഈ തെരുവിലൊന്നും കഴിയേണ്ട പെണ്ണല്ല. അത് സുഖസുന്ദരമായി നവാസ്കയുടെ കൂടെ ജീവിച്ചപ്പോൾ ഞാനതൊന്നും ഓർത്തില്ല. പിന്നീട് ഞാൻ തന്നെ എൻ്റെ ജീവിതം അങ്ങ് ഇല്ലാതാക്കി. ഈ രീതിയിൽ തെരുവുകളിൽ കഴിയേണ്ട അവസ്ഥ, നോമ്പ് തുറക്കുവാൻ അല്പം ഭക്ഷണവും വെള്ളവും കിട്ടുമോ എന്ന് അലഞ്ഞു തിരിയേണ്ട അവസ്ഥ, അതെല്ലാം എനിക്ക് വന്നത് അവൾ ഓർത്തു. അവൾ തേങ്ങിക്കരഞ്ഞു. എന്നാൽ കരഞ്ഞ് അവൾ അറിയാതെ വീണ്ടും ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. ഉറങ്ങുമ്പോഴും അവൾ കേൾക്കുന്നത് ആ ഒരു മനോഹരമായ ഖുർആൻ പാരായണമായിരുന്നു. സൗദ, അതെ, അവൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ചെറിയൊരു കൊച്ചുപള്ളിയുടെ പുറത്തായിട്ട് ആരും കാണാതെ അവിടെ ചാരിയിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പള്ളിയുടെ ഉള്ളിൽ നിന്ന് മനോഹരമായ ഖുർആൻ പാരായണം കേട്ട് അവളതിൽ ലയിച്ചു പോയിരുന്നു. അവൾ പടച്ച റബ്ബിനോട് കാവലിനെ ചോദിച്ചു. റബ്ബെ, എന്നെ ആരും ഉപദ്രവിക്കരുത്. നേരത്തെ വന്ന ആളുകൾ പലരും എന്നെ മറ്റൊരു കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. എന്നാൽ ചിലർക്കാകട്ടെ ദയയുമുണ്ട്. ചീറിപ്പായുന്ന ആ ഒരു വാഹനത്തിൻ്റെ ശബ്ദങ്ങൾ അങ്ങനെ ആ ഒരു കോയമ്പത്തൂരിൻ്റെ തെരുവുകളിലേക്ക് കേൾക്കുമ്പോൾ അവൾ ആ ഒരു ശബ്ദവും ഖുർആൻ്റെ ശബ്ദവും എല്ലാം കൂടി അവളുടെ ചെവിയിലേക്ക് തുളച്ചു കയറുകയാണ്. എന്നാൽ ഖുർആൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ശാന്തത നൽകുന്നതായിരുന്നു. എന്നാൽ ഉസ്താദിൻ്റെ ആ ഒരു വരികൾ കേട്ട് അവൾ ആലോചിച്ചു. അതെ, സൂറത്തുന്നൂറിലെ അല്ലാഹു നൂറു സമാവാത്തി എന്ന് പറയുന്ന ആ ഒരു ആയത്തായിരുന്നു അവർ ഓതിയിരുന്നത്. അതിനെക്കുറിച്ചുള്ള അർത്ഥമെല്ലാം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു.
അതിൻ്റെ ഉള്ളടക്കം അവൾ ചിന്തിച്ചു. അതെ, ഉറങ്ങുന്നതിനിടയിൽ അതൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അറിയാതെ അവൾ ആ ഇരുളടഞ്ഞ ആ ഒരു രാത്രിയിൽ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി പോവുകയാണ്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അതാ ആളുകൾ പള്ളിയിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ കണ്ണു തുറന്നത്. അതെ, ആ പള്ളിയിൽ അത്താഴത്തിനുള്ള സമയമായിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പാരായണം ഇപ്പോഴും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, ഞാൻ ഉറങ്ങുമ്പോഴും ആ ശബ്ദം കേൾക്കുന്നു, ഉണരുമ്പോഴും ആ ഖുർആൻ പാരായണത്തിൻ്റെ മനോഹരമായ ശബ്ദം കേൾക്കുന്നു. ഈ ഉസ്താദ് എന്താ ഉറങ്ങാറുമില്ലേ? റമളാനിൽ മുഴുവനും സൽക്കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണോ? ഇദ്ദേഹം ആ രാത്രി മുഴുവനും അതിൻ്റെ പ്രതിഫലം കിട്ടുവാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുകയാണോ എന്നുവരെ അവൾക്ക് തോന്നിപ്പോയി. ഒരു നിമിഷം അവൾ എന്ത് ചെയ്യും? റബ്ബേ, നോമ്പ് നോൽക്കുവാൻ അത്താഴത്തിന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ അവൾക്കല്പം, ഒന്നും വേണ്ട, ഒരു ഈത്തപ്പഴമെങ്കിലും കിട്ടിയാൽ നിയത്ത് ചെയ്ത് നോമ്പ് നോൽക്കാമായിരുന്നു എന്ന് അവൾ കരുതുകയാണ്. ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ചിട്ടെങ്കിലും, എന്നാലും വേണ്ടിയില്ല, ഇന്നുകൂടി ഒരു പക്ഷേ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കാനുള്ള പള്ളിക്കഞ്ഞി ഇവിടെ നിന്ന് ലഭിക്കുമല്ലോ എന്നും അവൾ സമാധാനിച്ചു. അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. റബ്ബെ, പള്ളിയിലേക്ക് വരുന്നുണ്ട്, തഹജ്ജുദിന് സമയമായിട്ടായിരിക്കും, ബാങ്ക് കൊടുത്തിട്ടൊന്നുമില്ല, എന്തൊക്കെ തന്നെയാലും അല്ലാ. അവൾ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു. ഓ, വല്ലാത്ത ക്ഷീണം. എന്നാൽ അവിടെയുള്ള ആ ഒരു ഓപ്പൺ പൈപ്പിനടുത്തേക്ക് അവൾ നടന്നു. അവിടെ പോയി അവൾ അവിടെ നിന്ന് ഉളൂഹ് ചെയ്ത് തിരിച്ചു വരികയാണ്. അവൾ താൻ കിടന്നിരുന്ന ആ ഒരു തുണി ഒന്നുകൂടി തട്ടിക്കൊട്ടി ഒന്നുകൂടി നീർത്തിയിട്ട് അതിലേക്ക് നിസ്കരിക്കുവാൻ വേണ്ടി നിന്നു. എന്നാൽ പെട്ടെന്ന് നിസ്കാരത്തിനിടയിൽ ആ പള്ളിയിലെ ഖുർആൻ പാരായണം നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഉസ്താദ് എന്തൊരു അത്യാവശ്യത്തിന് വേണ്ടി പള്ളിയുടെ പിൻവാതിലിലൂടെ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ടാങ്കിലേക്ക് വെള്ളം നിറക്കുവാനോ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് ആ പൈപ്പിനടുത്തേക്ക്. എന്നാൽ പെട്ടെന്ന് ആ ഒരു ഉസ്താദ് അവളെ കാണുകയാണ്. അതെ, ഒരു പെണ്ണ് ഈ പള്ളിയുടെ പുറത്തായിട്ട് നിസ്കരിക്കുന്ന ആ ഒരു രംഗമാണ് അദ്ദേഹം കണ്ടത്. ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി. റബ്ബേ! എന്നാൽ ഉസ്താദിൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് പണ്ട് ഉമ്മ പറഞ്ഞ ആ ചരിത്രമൊക്കെ ആയിരുന്നു. എന്നാൽ ടാങ്കിലേക്ക് ഓസ് കൊടുക്കുവാൻ വന്ന ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിപ്പോവുകയാണ്. ഒരു പെണ്ണ് നിസ്കരിക്കുന്ന ആ ഒരു ചിത്രം അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു ഭയം തോന്നി. അതെ, പണ്ട് ഉമ്മമ്മ പറഞ്ഞ ആ കഥകൾ, റബ്ബേ, ഇതിപ്പോൾ ഇനി ജിന്നോ മറ്റോ വല്ലതായിരിക്കുമോ? കറുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ ജിന്നുകളിങ്ങനെ ഓപ്പണായിട്ട് നിസ്കരിക്കുമോ? എനിക്കറിയുന്നില്ല. ജിന്നുകളൊക്കെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചവരെന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ലാ. എന്നാൽ പെട്ടെന്ന് തന്നെ ഉസ്താദ് പുറത്തിറങ്ങുമ്പോൾ നമ്മളെപ്പോഴും ചൊല്ലാറുള്ള ആ ഒരു സൂറത്ത് ഓതുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. സൂറത്തുൽ ഫലഖ് ഓതിക്കഴിഞ്ഞാൽ നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതെ അല്ലാഹുവേ, നീ സൃഷ്ടിച്ചവരുടെ ഉപദ്രവത്തിൽ നിന്നും നീ എനിക്ക് കാവൽ നൽകണേ അല്ലാ എന്ന് പറഞ്ഞ് ഉസ്താദിന് ചെറിയൊരു ഭയത്തോടെ ആ പൈപ്പിനടുത്തേക്കെത്തി അവൻ ആ പൈപ്പ് ടാങ്കിലേക്ക് കണക്റ്റാക്കി കൊടുക്കുകയാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അതും അതിൻ്റെ കൂടെ ചൊല്ലി അവൾ അപ്പോഴേക്കും സുജൂദിലേക്ക് പോയിരുന്നു. റബ്ബേ, ഈയൊരു ആരാരുമില്ലാത്ത ഈ ഒരു സ്ഥലത്ത് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പള്ളിയുടെ അടുത്ത് വന്ന് നിസ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നിയിരുന്നു. എങ്കിലും പേടിയൊന്നും പുറത്ത് കാണിക്കാതെ ഉസ്താദ് അവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആകുവാൻ വേണ്ടി നിൽക്കുകയാണ്. ബാത്റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഇമാമത്ത് നിൽക്കണം. അതിനു വേണ്ടിയുള്ള അത്താഴം ഇനി കഴിക്കണം. അതൊക്കെ ആണ്
ഉസ്താദ് ഇനി ചെയ്യാനുള്ളത്? ഒരുപാട് സമയം ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞ് ഒന്നുറങ്ങി ഉസ്താദ് ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കടക്കുമ്പോഴും ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. ഒരു പെണ്ണ്, റബ്ബേ ഇതിപ്പോൾ എന്താ സംഭവം? ഒന്ന് ചോദിച്ചാലോ? അല്ല, ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ജിന്നല്ല ഇൻസാണെങ്കിൽ പോലും റബ്ബേ, ഞാനൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് കണ്ടാൽ, ആരെങ്കിലും കണ്ടാൽ എന്നല്ല, എന്തെങ്കിലും വേണ്ടാത്തിന് നിൽക്കണ്ട റബ്ബേ. കാരണം ചെറിയൊരു ഫിത്തിനൊക്കെ ചെറിയൊരു കാര്യം മതിയല്ലോ. ഓഹ്, ഉസ്താദ് ചരിത്രം ഓർത്തു. റഹ്മാനെ, കാരണം ഒന്നുമില്ലാതെ ഓരോന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. കാരണം ആയിഷ ബീവിയും സൊഫ്വാൻ തങ്ങളും തമ്മിലുള്ള ചരിത്രം, അവർ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സമയത്ത് മരുഭൂമിയിലെ ഒട്ടകക്കട്ടിലിൽ അത് ആയിഷ കിടന്നുറങ്ങുകയാണ്. എന്നാൽ എന്തെങ്കിലും സാധനങ്ങളെല്ലാം കൊഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് പിന്നാലെ ഒട്ടകത്തിൽ വരുന്ന ആളാണ് സൊഫ്വാൻ തങ്ങൾ. അദ്ദേഹം വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു രൂപം കാണുകയാണ്. മറ്റൊന്നുമല്ല, ആയിഷ ബീവി അത് അവിടെ കിടന്നുറങ്ങുന്നൊരു രംഗം. ആയിഷ ബീവിയുടെ ഒരു മാല നഷ്ടപ്പെട്ടിരുന്നു. ആ മാല അന്വേഷിച്ച് ആയിഷ ബീവി പുറകോട്ട് പോയപ്പോൾ കൂടെയുള്ളവരെല്ലാം മുന്നോട്ടായി. എന്നാൽ സഫ്വാൻ തങ്ങൾ ആ കാഴ്ച കണ്ടു. മരുഭൂമിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു കറുപ്പ് വസ്ത്രം ധരിച്ച ഒരു പെണ്ണ് കിടക്കുന്നു. ഒരു നിമിഷം അവർക്ക് മനസ്സിലായി അത് ആയിഷ ബീവിയാണെന്ന്. എന്നാൽ ആ നിമിഷം തന്നെ അവരെ വിളിച്ച് സഫ്വാൻ തങ്ങളുടെ ഒട്ടകക്കട്ടിലിൽ കയറ്റുകയും അവരുമായി യാത്ര ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനിടയ്ക്ക് ഒരുപാട് അപരാധങ്ങൾ അവരുടെ പേരിൽ വന്നു. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വരെ അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു പ്രചരണം. എന്നാൽ വഹി കിട്ടും വരെ അദ്ദേഹം കാത്തിരുന്നു. ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കിയില്ല, മിണ്ടാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും ആർക്കും അത് കഴിയില്ലല്ലോ. എന്നാൽ വഹി ലഭിച്ചപ്പോഴാണ് അതെല്ലാം ക്ലിയറായത്. അതുപോലെ തന്നെ എൻ്റെ പേരിലും പല പ്രചാരണങ്ങളും ഉണ്ടാകുമോ എന്ന് ആ ഉസ്താദ് ഭയപ്പെടുകയായിരുന്നു. എങ്കിലും അദ്ദേഹം കുളിച്ച് ഫ്രഷായി. അപ്പോഴേക്കും അതാ പള്ളിയിലേക്ക് ഫുഡ് കൊണ്ടുവരുന്നു. ഓരോ ദിവസവും ഓരോ വീട്ടുകളിൽ നിന്നായിരിക്കും ഫുഡ്, നോമ്പ് തുറക്കുവാനുള്ളതും അത്താഴത്തിനുള്ളതൊക്കെ. അത്താഴത്തിനുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം അത് ആ ചെറുപള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. വലിയൊരു അട്ടിപ്പാത്രത്തിലാണ് ഫുഡ് കൊണ്ടുവരുന്നത്. ഒരു ഫ്ലാസ്കിൽ നിറയെ ചായയും ഉണ്ടാകും. അങ്ങനെ അതാ അവർ ഫുഡ് കൊണ്ടുവന്ന് പള്ളിയിലേക്ക് അകത്തേക്ക് വെച്ചു. അല്പസമയം അവരൊക്കെ അവിടെ ഇരുന്ന ഖുർആൻ പാരായണവും ചൊല്ലുകയാണ്. അതുപോലെ തന്നെ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയം കുളിച്ച് ഫ്രഷായി സുഗന്ധം പുരട്ടിക്കൊണ്ട് ഉസ്താദ് അതുവഴി കടന്നു വരുന്നു. എന്നാൽ അവൾ അപ്പോഴും നിസ്കാരത്തിൽ തന്നെയായിരുന്നു. സലാം വീട്ടുന്നത് ഉസ്താദ് ശരിക്കും കണ്ടു. അത് കഴിഞ്ഞ് കണ്ണീരോടെയുള്ള ദുആ, അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഉസ്താദിന് എന്ത് പറയണം? ഒരു പെണ്ണിങ്ങനെ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഞാനൊരിക്കലും മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ റബ്ബേ. എന്തായിരിക്കും അവളുടെ, എന്തൊക്കെ തന്നെയാലും അവളുടെ അടുത്തേക്ക് പോകുക തന്നെ. ഇതൊരിക്കലും ജിന്നായിരിക്കില്ല. ജിന്നോ? അതൊക്കെ പേടിച്ചിട്ടല്ല, ഉമ്മമ്മ പറഞ്ഞ ഓരോ കഥകളാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് ഒരു പെണ്ണൊറ്റക്ക്, അതും പള്ളിക്കാടിൻ്റെ അടുത്തൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ജിന്നുകളാണോ മനുഷ്യരാണോ എന്നൊക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടെന്ന് മാത്രം. അല്ലെങ്കിലും റമദാൻ മാസത്തിലൊക്കെ എന്ത് പേടിയാണ്. ഷെയ്ത്താന്മാരൊക്കെ കെട്ടിയിടുന്ന കാലല്ലേ. ജിന്നുകൾ തന്നെ പല വിധമുണ്ട്. നല്ല ജിന്നുണ്ട്, ചീത്ത ജിന്നുണ്ട്. എന്തായാലും വേണ്ടിയില്ല. ഉസ്താദ് കുളിച്ച് ഫ്രഷായി പുതുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞു. അതെ, അല്പം അത്തറ പുരട്ടി. അത്താഴത്തിന് എണീറ്റാൽ നിർബന്ധമാകും സുന്നത്തുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു. തഹജ്ജുദ് നിസ്കരിച്ചു. പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, പുറത്തൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് റബ്ബേ. അത് എന്താ ഏതാ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരെക്കുറിച്ച് അന്വേഷിക്കൽ എൻ്റെ ഉത്തരവാദിത്തമല്ലേ റബ്ബേ. ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണല്ലേ, ഒരു പക്ഷേ എൻ്റെ പെങ്ങൾ, എൻ്റെ ഉമ്മ, അവർക്കൊക്കെ ഈ ഒരു അവസ്ഥ വരികയാണെങ്കിലോ എന്തായിരിക്കും, എങ്ങനെ എത്തിപ്പെട്ടതായിരിക്കും എന്ന് റബ്ബേ ഞാൻ ചോദിക്കാൻ കേട്ടോ. പടച്ച റബ്ബിനോട് സമ്മതം ചോദിച്ചുകൊണ്ട് അതാ ഉസ്താദ് പള്ളിയുടെ പിറകുവശത്തേക്ക് ഇറങ്ങുകയാണ്. ഉസ്താദ് ഒന്ന് തൊണ്ട എനിക്ക്
അവൾ ദുആ ചെയ്യുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അത് വെളുത്ത വസ്ത്രധാരിയായ ആ ഒരു ഉസ്താദ്. നല്ല രീതിയിൽ സുഗന്ധം വല്ലാതെ അടിച്ചു വീശുന്നുണ്ട്. ആ സുഗന്ധം അടുത്തേക്കടുത്തേക്ക് വരികയാണ്. അവൾ പതുക്കെ കണ്ണുകൾ തുറന്ന് നോക്കി. ആ ഉസ്താദിന് എന്ത് പറയണമെന്നറിയുന്നില്ല. മാഡം, നിങ്ങൾ ഇവിടെ എങ്ങനെ? ഇവിടെ എന്തിനാണ് നിങ്ങൾ ഇവിടെ? ഉസ്താദിന് എന്ത് ചോദിക്കണമെന്നറിയുന്നില്ല. എന്തിവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇവിടെ സ്ത്രീകളൊന്നും അങ്ങനെ വരാറില്ല ഈ ഭാഗത്ത്. ഇവിടെ പുരുഷന്മാർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളത്. അപ്പോൾ ഞാൻ അവളുടെ ശബ്ദം ഇറങ്ങിയിരുന്നു. ഉസ്താദെ, ഞാൻ എൻ്റെ നിങ്ങളെപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇന്നലെ നോമ്പ് തുറക്കാൻ പള്ളിക്കഞ്ഞിക്ക് വേണ്ടി ഒരാൾ എനിക്ക് പറഞ്ഞു തന്നാണ് ഈ ഒരു വഴി. അപ്പോഴാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഓ, അങ്ങനെ. അല്ല, നിങ്ങളുടെ കൂടെ ആരുള്ളത്? ഫാമിലി ഒന്നുമില്ലേ? ഉണ്ട്. പിന്നെ അവരെവിടെ? എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ എത്തിപ്പെട്ടു? ഞാൻ വന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ തേടിയിട്ട്. നിങ്ങളുടെ പിതാവ് ഇവിടെയാണോ? എവിടെയാണെന്നറിയാവോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. എൻ്റെ പിതാവ് എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല. പക്ഷെ കോയമ്പത്തൂരാണ്, അതെനിക്കറിയാം. ഓ, അങ്ങനെ. അപ്പോൾ ഉപ്പയുടെ പേരും ഇനീഷ്യലും അവൾ പറഞ്ഞു കൊടുത്തു. അഡ്രസ്സ് അതെനിക്കറിയില്ല. ഫോൺ നമ്പർ അതും അറിയില്ല. പിന്നെ താമസസ്ഥലം സ്ട്രീറ്റ് എവിടെയാണെന്ന്? ഇല്ല, കോയമ്പത്തൂരാണെന്ന് പറഞ്ഞു, തമിഴ്നാട്ടിൽ. അത് മാത്രം അറിയുള്ളൂ. ഓ, അങ്ങനെ. നിങ്ങൾ ഭക്ഷണം കഴിക്കല്ലേ അത്താഴത്തിന്? ഉസ്താദ് പെട്ടെന്ന് അകത്തേക്ക് പോയി. ശരിക്കും അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം പോലെ. റബ്ബേ റഹ്മാനെ, ഒരു ഉസ്താദ് എൻ്റെ അടുക്കിലേക്ക് വന്ന് കാര്യങ്ങൾ അറിയുകയാണ്. ഒരു പക്ഷേ എൻ്റെ ഉപ്പയെ കാണാൻ ഇതൊരു വഴിത്തിരിയാവോ റബ്ബേ? അവൾ മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിച്ചു. ഉസ്താദ് പോയി കഴിഞ്ഞിട്ടും ആ സുഗന്ധം അതാ അവിടെ ഇവിടെയായിട്ട് തങ്ങി നിൽക്കുന്നു. ആ ഒരു പള്ളിക്ക് ചുറ്റുഭാഗത്തുമായി ഉസ്താദ് പുരട്ടിയ സുഗന്ധത്തിൻ്റെ ആ ഒരു വളരെയധികം നല്ല സ്മെല്ല് അടിച്ചു വീശുന്ന പോലെ, അതും ആ ഇളങ്കാറ്റിൽ ആ ഒരു സുഗന്ധം വളരെയധികം കൂടുതലായി വരുന്നത് പോലെയും അവൾക്ക് തോന്നി. അവൾ അവളുടെ കണ്ണുകൾ പതുക്കെ ഒന്ന് അടച്ചു തുറന്നപ്പോൾ ആകാശം ഇളനീല നിറത്തിൽ നിന്ന് ഇരുണ്ട രാത്രിയിലേക്ക് മാറിക്കൊണ്ടിരുന്ന ആ ഒരു രംഗമായിരുന്നു അവൾ കണ്ടത്. അല്ലാ! എന്നാൽ അപ്പുറത്തായിട്ട് അതാ ഒരു ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു. ശരിക്കും അത് റമദാനിലെ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ തന്നെ നോക്കി തനിക്ക് വെളിച്ചം വീശുന്ന പോലെ അവൾക്ക് തോന്നി തുടങ്ങി. എന്നാൽ ഉസ്താദ് അതാ ഈ സമയം ഫുഡുമായി അവളുടെ അരികിലേക്ക് വരുന്നു. അതെ സഹോദരി, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ഇതാ ഇതിൽ റൈസുണ്ട്, തൽബീനയുണ്ട്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ അതിലേക്കുള്ള കറികൾ അതൊക്കെ ഉണ്ട്. ഇത് നിങ്ങളിതാ കഴിച്ചോളൂ. അവളുടെ മുമ്പിലായിക്കൊണ്ട് ആ ഭക്ഷണം അദ്ദേഹം വെച്ചു കൊടുത്തു. അവൾ പറഞ്ഞു, ഇത്രയൊന്നും വേണ്ട, എന്തെങ്കിലും അല്പം മതി. ഇത് ഉസ്താദിനുള്ള ഫുഡല്ലേ, നിങ്ങൾ കഴിച്ചോളൂ. അല്ല, കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചോളൂ. ആ ഒരു അട്ടിപ്പാത്രം അവളുടെ മുമ്പിൽ വെച്ചാണ് ഉസ്താദ് തുറന്നു കൊടുത്തത്. ശരിക്കും അവൾക്ക് അത്ഭുതം തോന്നി. റബ്ബേ, ഉസ്താദിനുള്ള ഫുഡ് പോലും എടുക്കാതെ അത് മുഴുവനായിട്ട് എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് അവൾ കരഞ്ഞുപോയി. ഉസ്താദേ പ്ലീസ്, എനിക്കിതിൽ നിന്ന് അല്പം മതി, എൻ്റെ വിശപ്പടക്കാൻ മാത്രം. ഒരിക്കൽ പോലും ഇതൊന്നും വേണ്ട. എന്നാൽ തന്നെ ഉസ്താദ് അപ്പോഴേക്കും അകത്തേക്ക് പോയി ഒരു വലിയ തളിക എടുത്തു കൊണ്ടുവന്നു. അതിലേക്ക് അല്പം ചോറ്, കറി, കുറച്ച് പഴങ്ങൾ, അതുപോലെ തൽബീന, അതുപോലെ കുറച്ച് സാലഡ്, അതെല്ലാം അതിലേക്ക് വിളമ്പി വെച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദരി നിങ്ങൾ കഴിക്കൂ, അള്ളാഹു വഴിയൊരുക്കും എല്ലാത്തിനും, നിങ്ങൾ കഴിക്കൂ. സ്നേഹത്തോടെ അദ്ദേഹം നൽകിയ ആ ഒരു ഭക്ഷണത്തളിക അവൾക്കത് ഒരിക്കൽ പോലും വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. തമിഴ്നാട്ടിലെ ഭക്ഷണത്തിന് പ്രത്യേകമായിട്ടൊരു രുചിയുണ്ടോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. അതെ, തൽബീന, ഇത് എന്നോട് നവാസ്ക പറയായിരുന്നു എപ്പോഴും, അത് നമുക്ക് നോമ്പിന് തൽബീന ഉണ്ടാക്കണം എന്നൊക്കെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ട അത്താഴത്തിന് കഴിച്ചിരുന്ന ഊർജം നൽകുന്ന തണുപ്പ് നൽകുന്ന ഭക്ഷണം മാത്രമേ അത് ബാർലിയും പാലും തേനും ഈത്തപ്പഴവും അതിൽ ബദാമും നട്ട്സുകളും എല്ലാം ചേർത്ത തൽബീന വളരെയധികം ആരോഗ്യത്തിന് ഗുണമുള്ള ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിക്കും അവളത് കഴിച്ചപ്പോൾ അതിന് വല്ലാത്തൊരു ടേസ്റ്റ് തോന്നി. ഒരിക്കൽ അവൾ മനസ്സിൽ വിചാരിച്ചു, റബ്ബെ ഒരിക്കൽ എനിക്ക് നവാസ്ക ഉണ്ടാക്കി തന്നിരുന്നു ഈ ഒരു ഫുഡ്, അതും ഗൾഫിൽ നിന്ന്. അതെ മോളെ സൗദ, ഇത് നല്ല ഫുഡാണ്, നമുക്ക് നോമ്പിന് ഇത് അത്താഴത്തിന് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ, ഏറ്റവും നല്ലതാണ് എന്നൊക്കെ അവൾക്ക് കൊടുത്താരെങ്ങും അവൾ ഓർത്തു. അവൾ അത് കഴിക്കുമ്പോൾ കണ്ണീർ വാർത്തു. അല്ലാ, നവാസ്ക എനിക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നിരുന്നു. അതേ ഒരു ടേസ്റ്റാണ് എൻ്റെ വായിലേക്ക് വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട നവാസ്ക, അതെ എന്നെ എത്ര ഇഷ്ടമായിരുന്നു റബ്ബെ, എത്ര സ്നേഹമായിരുന്നു. എനിക്ക് സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബെ. അപ്പോഴേക്കും ഞാൻ ദേഷ്യപ്പെട്ടു, എൻ്റെ സ്വഭാവം മാറി. എന്ത് ചെയ്യുക? നവാസ്കയെ അവൾ ഓർത്തു ആ തൽബീന കഴിക്കുമ്പോൾ. എന്നാൽ ഉസ്താദ് അകത്തേക്ക് പോയിരുന്നു. അദ്ദേഹം ഫുഡ് കഴിക്കുകയാണ്. ഇവൾക്കൊരു തളിക നിറച്ച ആഹാരം നൽകിയിട്ട്. എന്നാൽ ഇത്രയൊന്നും കഴിക്കാൻ കഴിയില്ല. എന്നാൽ ഉസ്താദ് സ്നേഹത്തോടെ നീട്ടിയപ്പോൾ അത് എതിർക്കുവാനും തോന്നിയില്ല. അവൾ അതെല്ലാം കഴിച്ചു. മാഷാ അല്ലാ, നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പള്ളിക്കഞ്ഞി കഴിച്ചതല്ലേ, പിന്നീടൊന്നുമില്ലല്ലോ. അവൾ വയറ് നിറയെ കഴിച്ചു. അതേ തളികയിലെ ഫുഡ് മുഴുവനായിട്ടും അവൾ കഴിക്കുകയായിരുന്നു. അവൾക്ക് അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു. ഉസ്താദ് നൽകിയ ആ വെള്ളവും കുടിച്ചു. അവൾ അതാ ആ പൈപ്പിനടുത്തേക്ക് പോയി. അല്ലാ, പൈപ്പ് അത് ഉസ്താദ് ഓസിട്ട് വെച്ചിരിക്കുകയാണല്ലോ റബ്ബേ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? അത് ഊരാനും വയ്യ. അവൾ നിസ്സഹയായി നിന്നു. അത്താഴം കഴിച്ചു. അതെ, കൈകൾ കഴുകിയിട്ടില്ല, പാത്രവും കഴുകിയിട്ടില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഉസ്താദ് അതുവഴി വന്നു. ആ സഹോദരി, പിന്നെ ആ തളികങ്ങ് തന്നേക്കൂ, കൈ കഴുകിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതാ ഒരു കിണ്ടിയിൽ വെള്ളവുമായി വരുന്നു. ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു. റബ്ബേ, എന്തൊക്കെയാണിത്? വേണ്ട, ഞാൻ അവിടുന്ന് അല്ല, ഇതാ വെള്ളവും സോപ്പുമൊക്കെ അവൾക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. അവർ ആ തളിക ഉസ്താദ് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അവളുടെ ഹൃദയം പൊട്ടി. പഠിച്ചോനെ, ഞാൻ കഴിച്ച ഭക്ഷണ തളികയാണല്ലോ അവർ കൊണ്ടുപോകുന്നത്. ഒന്ന് കഴുകി വെക്കാൻ ഇവിടെ ഒരു സൗകര്യമില്ലാതെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം അത് കൊണ്ടുപോയല്ലോ റബ്ബേ. അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. റബ്ബേ പഠിച്ചോനെ, അല്ലാ, നീയായിട്ടാണോ ഇങ്ങനെയൊരു ഉസ്താദിനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്? അവൾ പടച്ച റബ്ബിനെ ഓർത്തു. അല്ലാ, തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടി കരഞ്ഞപ്പോൾ എനിക്കറിയാം എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന്. അത് എൻ്റെ റബ്ബ് കൈവിട്ടിട്ടില്ല, എൻ്റെ റബ്ബ് കൈവിടൂല. എനിക്കറിയാം റബ്ബേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാ, ശരിയാണ്, ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നവാസ് കേട്ടെടുത്തൊക്കെ. അതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ നവാസ്ക്ക് ഞാൻ ചതിച്ചിട്ടില്ലല്ല. ഒരിക്കൽ പോലും എൻ്റെ ശരീരം മറ്റൊരാൾക്ക് ഞാൻ പണയം വെച്ചിട്ടില്ല. എൻ്റെ ശരീരം ഒരാൾ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതിനുവേണ്ടി സത്താറൊക്കെ ഒരുപാട് നടന്നതാണ് റബ്ബേ. ഇല്ല റബ്ബേ, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ശരീരം കൊണ്ട്. റഹ്മാനെ, അഥവാ അറിയാതെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്കിനി പുറത്തു തരണം റഹ്മാനെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ പള്ളിയിൽ നിന്ന് മനോഹരമായൊരു ബാങ്കുലി കേൾക്കുകയാണ്. അവൾ ആ ബാങ്കുലിയിൽ ശ്രദ്ധിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൾ ഓരോന്നിനും ജവാബ് ചൊല്ലിക്കൊണ്ടിരുന്നു. അത് നിസ്കരിക്കുവാനുള്ള സമയമായി. ബാങ്ക് കൊടുത്ത് അല്ലാഹുമ്മ റബ്ബാദി ദഅവത്തി താമ്മ എന്ന് പറഞ്ഞ് ആ ഒരു ദുആവും കഴിഞ്ഞപ്പോൾ അതാ ആ ഒരു സുന്ദരനായ ആ ഉസ്താദ്, ചെറുപ്രായക്കാരൻ, തൻ്റെ മുമ്പിലേക്ക് ചിരിച്ചുകൊണ്ട് വരികയാണ്. കൈകളിൽ ഒരു മുസല്ലയുമുണ്ട്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തിനായിരിക്കും ഉസ്താദ് അവളുടെ അരികിലേക്ക് വീണ്ടും വരുന്നത്? സൗദയുടെ നല്ല കാലം തുടങ്ങിയോ? അവൾ അനുഭവിച്ച ആ ഒരു വേദനകൾക്കും യാതനകൾക്കും പകരമായിക്കൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം ഉസ്താദിന് സമ്മാനിക്കാൻ കഴിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.
അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക കേട്ടോ എല്ലാവരും, ഇൻഷാ അല്ലാഹ്.